പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനിച്ച നവജാത ശിശുവിന്റെ തുടയിൽ സൂചി കണ്ടെത്തിയ സംഭവത്തിൽ പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ മെഡിക്കൽ കോളേജിലെത്തി മൊഴിയെടുത്തു. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെയും നഴ്സിന്റെയും മൊഴിയാണ് രേഖപ്പെടുത്തിയത്. പ്രധാന രേഖകൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ് എടുത്തപ്പോൾ വന്ന പിഴവാണ് സൂചിയുടെ ഭാഗം കുട്ടിയുടെ തുടയിൽ അവശേഷിച്ച് പഴുക്കാനിടയായതെന്ന് കാട്ടി പെരിങ്ങോം സ്വദേശിയായ പിതാവ് ശ്രീജു മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത പയ്യന്നൂർ ഡിവൈഎസ്പി പി കെ വിനോദ് കുമാർ ആശുപത്രിയിലെത്തി കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറുടെയും നഴ്സിന്റെയും മൊഴിയെടുത്തു. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ മാതാപിതാക്കളുടെ വിശദമായ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. ആശുപത്രിയിലെ പ്രധാന രേഖകൾ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 25 ദിവസം പ്രായമായ കുട്ടിയുടെ തുടയിലാണ് സൂചി കുടുങ്ങിയത്. ജനിച്ച് 2ാം ദിവസം നൽകിയ കുത്തിവയ്പ്പിന് ശേഷമാണ് കുഞ്ഞിന് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ഇതേ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ മരുന്ന് തന്നു വിടുകയായിരുന്നുവെന്നും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ കാണിച്ച് പഴുപ്പ് കുത്തിയെടുക്കുമ്പോഴാണ് സൂചി പുറത്തു വന്നതെന്നുമാണ് രക്ഷിതാക്കൾ പറയുന്നത്. അതേസമയം പരാതി അന്വേഷിക്കാൻ ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെ 4 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് പോലീസ് അന്വേഷണം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.